ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പഴം വെച്ചിട്ട് എണ്ണയിലൊന്നും മുക്കി പൊയ്ക്കാതെ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് ഒരു 2 പഴം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നേരത്തെ കുക്കാക്കി വെച്ച പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഇനി ഇതുപോലെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇതുപോലെ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാത്തിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ ടേസ്റ്റി ആയ ഒരു പലഹാരമാണ് കേട്ടോ ഇത്. പഴവും അരിപ്പൊടിയും വെച്ചിട്ടുണ്ടാക്കിയ സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.